മടങ്ങിക്കോ റബ്ബിലേക്ക്. പ്രാർത്ഥന കേൾക്കുന്നവൻ അവൻ മാത്രം, അഭയം തേടപ്പെടേണ്ടുന്നവൻ അവൻ മാത്രം, തവക്കുലാക്കപ്പെടേണ്ടുന്നത് അവനിൽ മാത്രം. അതേ, എല്ലാ കാര്യങ്ങളും കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മെ രക്ഷപ്പെടുത്തുന്ന രക്ഷകൻ അവൻ മാത്രം തന്നെ. അത് ഈ സമൂഹത്തോട് ഉറക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ നേരെ നോക്കിയിട്ട് പോലും ചില കുബുദ്ധികൾ, വിഡ്ഢികൾ പറയുന്നുണ്ട്, നിങ്ങൾ ജിന്നുകളെയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ശൈഖുമാരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ബീവിമാരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന പാർട്ടിയാണ്, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കമ്പനിയാണ്, അത് ശിർക്കല്ലെന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ശിർക്ക് ചെയ്യുന്ന വ്യക്തികളും ആ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് വേറെ ചില കമ്പനികളും അവരുടെ അകത്തളങ്ങളിൽ പോയി കൊടുത്തുകൊണ്ട് ഞങ്ങളിതാ പലരെയും ഞങ്ങളുടെ ഈ ഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത് അവർ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണെന്ന് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ എഴുതിവിടുമ്പോൾ എൻ്റെ മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കണം, അത് വല്ലാത്തൊരു ദുരാരോപണമാകുന്നു. വെറും കെട്ടുകഥ, വെറും ആരോപണം. എങ്ങനെ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, ഇത് വമ്പിച്ച കറ്റുകെട്ടിയ കളവ് തന്നെ. എന്തിനെ കുറിച്ചാ ഖുർആൻ അത് പറഞ്ഞത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും അവരൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വ്യഭിചാരാരോപണം അവരെ കുറിച്ച് മുനാഫിക്കിന്റെ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മദീനയെമ്പാടും പ്രചരിപ്പിച്ച് അതിൽ പലരും കുടുങ്ങിപ്പോയി. പല നല്ല മനസ്സുള്ള ആളുകൾ പോലും ഇത് പറയുന്നത് അബ്ദുള്ളയല്ലേ എന്ന നിലക്ക് കുടുങ്ങിപ്പോയ പരിശുദ്ധ ഖുർആൻ അതാ മഹദിയായ നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് അതേ അവർ നിരപരാധിയാണ്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള അതേ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ട് ഈ പ്രചരണം നാടൊട്ടാകെ നടത്തുന്ന അബ്ദുള്ളയുടെ അനുയായികളോടും അനുകൂലികളോടും അതേ ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനീ ആരോപണം ഏറ്റെടുത്ത് നാവിൽ നിന്ന് കാതുകളിലേക്ക് പരത്തി നിങ്ങൾ പ്രചരിപ്പിച്ചോ? നിങ്ങൾക്കിത് കേട്ടപ്പോ മിണ്ടാതിരുന്നുകൂടെ? സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം, ഇത് വമ്പിച്ച കളവ് തന്നെ എന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നോളാമായിരുന്നില്ലേ? ഇന്ന് ഖുർആൻ പറയാണ്, വ്യഭിചാരാരോപണത്തെക്കാൾ കടുത്ത ആരോപണമാണ് ശിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ നോക്കിയിട്ടടോ നീ ശിർക്ക് ചെയ്യുന്നവനാണ്, നീ മുശ്രിക്കാണ്, കാഫിറാണ്, നീ ജിന്നാണ്. മനുഷ്യനെ നോക്കിയിട്ടാ പറയുന്നത് ഇവൻ ജിന്നാണ്, ഇവൻ ജിന്നിനോട് തേടുന്നവനാണ്, ഇവൻ മലക്കിനോട് തേടുന്നവനാണ്. സമൂഹത്തിലുള്ള ആളുകളതാ ശൈഖിനോട് നിങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും, ഞങ്ങൾ തേടുന്നുണ്ട്. അവരതിന് വ്യാഖ്യാനങ്ങളും പറയും. അതേ അവസരത്തിൽ ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാൻ പാടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആ മേഖലയിലേക്ക് ജനങ്ങളെ നയിച്ചിട്ടില്ല. എന്നിട്ടും ഈ സമുദായത്തിലെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ, പ്രബോധകന്മാരെ ഒതുക്കി നിർത്തിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ അതാ ഒതുക്കാമെന്ന് വിചാരിച്ച കമ്പനി അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് പറയരുത് സഹോദരാ. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം, ഇത് വമ്പിച്ച അപരാധം തന്നെ എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടാകണം. കാരണം അത് വെറുതെ അപരാധമാണെന്ന് പറയുകയല്ല, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ ധൈര്യം നേടണം. അതിന് അറിവ് പഠിച്ചോ, ഇൽമു പഠിച്ചോ, ശിർക്ക് എന്തെന്ന് പഠിച്ചോ, ബിദ്അത്ത് എന്തെന്ന് പഠിച്ചോ, ഹദീസുകൾ എന്തെന്ന് പഠിച്ചോ, അതിന്റെ പ്രാമാണികത എന്തെന്ന് പഠിച്ചോ. ഓരോ കാര്യങ്ങളും അതേ കൂട്ടാതെ കുറക്കാതെ മനസ്സിലാക്കേണ്ട നിലക്കങ്ങ് മനസ്സിലാക്കി വെച്ചാൽ ഒരു കുപ്രചരണങ്ങളുടെ വേലിക്കെട്ടുകളെയും ഭയപ്പെടാതെ, ഒരാരോപണങ്ങളുടെ ആലമാലകളെയും പേടപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാതെ കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും വലിയ അപരാധം, പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. അത് ജീവിതത്തിൽ വരാൻ പാടില്ല.
റബ്ബിനോടല്ലാതെ ഒരു നിലക്കും ആ നിലക്ക് ഇബാദത്തിന്റെ ഒരംശങ്ങളും സമർപ്പിക്കപ്പെട്ടുകൂടാ. ഇതാണ് നമ്മുടെ ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ ഭാഗമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമയുടെ ആദ്യ ഭാഗം അതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്താണ്? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ എനിക്ക് പോയി എന്നല്ലാതെ മുത്തുനബിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അത് സാക്ഷ്യം വഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ. എൻ്റെ നേതാവ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലുള്ളാഹിനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞാലേ ഞാൻ മുസ്ലിമാകൂ. കാരണം റബ്ബിനെ സംബന്ധിച്ച് ഖബറിൽ ചോദ്യമുണ്ട്. മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ എന്ന ചോദ്യമുണ്ട്. അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് അവിടെ പറയാൻ സാധിക്കണം. അതുപോലെ നാളെ ഖബറിൽ ചോദ്യമുണ്ട്. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കുറിച്ച് അല്ല ചോദിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സന്മാർഗദർശനങ്ങളും വ്യക്തമായ തെളിവുകളുമായി ഞങ്ങളിലേക്ക് വന്ന മുത്തു നബിയാണത്. ആ നബി പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആ നബി പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മലക്കുകളോട് മറുപടി പറയാൻ സാധിക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് കേവലം നാക്കിലൊതുക്കിയാൽ ഖബറില്ല ജവാബ് പറയാനാവില്ല. പിന്നെന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കണം. ആ കാര്യത്തിലും പണ്ഡിത പുരോഹിതന്മാരതാ പലരും എന്തു ചെയ്തു? അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ട നിലക്ക് പരിചയപ്പെടുത്താതെ അതേ മറ്റവസ്ഥകളിലേക്ക് അവർ ജനങ്ങളെ കൊണ്ടുപോയി. മറ്റുള്ള രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരതാ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം എന്താണ്? സ്വജീവനേക്കാളും തനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ നേതാവ്. പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മുസ്ലിം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല, അവിടുത്തെ സ്വഭാവത്തിന്റെ ഗുണം പറഞ്ഞാൽ തീരുന്നതല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ ഓർമ്മപ്പെടുത്തിയത് അവിടുത്തെ നാമം, അവിടുത്തെ പേരതാ ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും അതിങ്ങനെ ഉയർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പേര് പറയാത്തൊരു ബാങ്കല്ല, ഒരു ഇഖാമത്തല്ല, ഒരു നിസ്കാരമല്ല. അതേ എല്ലാ അവസരങ്ങളിലും അതേ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര്, പ്രശസ്തമായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യുത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിക്കൊണ്ട് ഈ ലോകത്തിന്റെ മഹിത മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് പിരിഞ്ഞുപോയ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഇന്ന് നമ്മുടെ കൂടെയില്ല, വഫാത്തായി പോയി. അത്യുന്നതമായ ജീവിതം റബ്ബിന്റെ അടുക്കൽ ബർസഖിയായ ലോകത്ത് അവിടുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഇപ്പോഴും നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയുകയും ചെയ്യുന്നവനായ റബ്ബുൽ ആലമീൻ ആ സ്ഥാനം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി മറ്റൊരു ലോകത്തേക്ക് അവിടുന്ന് പിരിഞ്ഞുപോയി. എന്നാലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വികലമായ ആശയങ്ങളാണ് പല പണ്ഡിത പുരോഹിതന്മാരും സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത പുരോഹിതന്മാരിൽ പലരും ആളുകളെ സന്മാർഗത്തിൽ നിന്ന് തടയുന്നു എന്ന് പറഞ്ഞില്ലേ, അവരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അത് തൗഹീദിന്റെ വിഷയത്തിൽ മാത്രമല്ല, അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കാൻ പഠിപ്പിക്കാതെ അതിനും അപ്പുറം എവിടെ നിന്നൊക്കെയോ ഉണ്ടാക്കിയ വിശ്വാസങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അത് ഈ സമൂഹത്തെ വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പലരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കും പോലെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുക. എന്താ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മുടെ മലയാളക്കരയിൽ എഴുതിവിട്ട ഒരു പുസ്തകത്തിലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്, പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയും എഴുതുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബിതങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബിതങ്ങൾ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. എത്ര കളവായി ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്ന് വേറൊരു നുണ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മൂന്നാമത്തെ നുണ. എത്ര നുണയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? നബിതങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞില്ലേ, മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്നെൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകം അവനുറപ്പാണെന്ന് പറഞ്ഞില്ലേ. ഏതെല്ലാം കാര്യങ്ങളിൽ ഇത് സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അവിടുന്ന് ചെയ്യാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പാടില്ല. അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് അവിടുന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാനും പാടില്ല. ഇതുപോലെ അവിടുത്തെ ബോഡിയുടെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച്, അവിടുത്തെ ശരീരത്തിന്റെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച്, അത് മുടിയാവാം, അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രമാകാം, ചെരുപ്പാകാം, മോതിരമാവാം, എന്തുമാവാം, അവിടുന്ന് ഉപയോഗിച്ച വടിയാവാം, മെതിയടിയാവാം, എന്തിനെക്കുറിച്ചും ഏതെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ്, അവിടുന്ന് ധരിച്ച അതേ മെതിയടിയാണ്, അവിടുന്ന് കൊണ്ട് നടന്ന ഊന്നുവടിയാണ്, അവിടുന്ന് ധരിച്ച പുതപ്പാണ്, അവിടുന്ന് ധരിച്ച ജുബ്ബയാണ്, അവിടുന്ന് ധരിച്ച ചെരുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ അതേ നരകം ഉറപ്പിക്കുന്ന പണിയല്ലേ ആ വിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പലരും പറയും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിൽ വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ള പ്രത്യേകതകളൊക്കെ അവിടുത്തേക്ക് നിലനിൽക്കുന്നു. ആ പ്രത്യേകത ലോകത്ത് ഒരാൾക്കുമില്ല. അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ടായിരുന്നു, അവിടുത്തെ ഉമിനീര് ബറക്കത്തുണ്ടായിരുന്നു, അവിടുന്ന് ധരിച്ച വസ്ത്രത്തിന് ബറക്കത്തുണ്ടായിരുന്നു, അതേ അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പിന് വരെ ബറക്കത്തുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സഹാബത്ത് അതിനോ ആരാധിക്കുകയോ അതിനെ പ്രാർത്ഥിക്കുകയോ അത് സൂക്ഷിക്കാൻ ഒരു കേന്ദ്രമുണ്ടാക്കുകയോ ഇല്ല. രൂപത്തിലല്ല അവരതിനെ ആദരിച്ചത്, അവരതിനെ ബഹുമാനിച്ചത്. അതിൻ്റെതായ ശരിയായ രൂപത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ആ ബഹുമാനപ്പെട്ട ശറഫാക്കപ്പെട്ട ഒരു ആസാറുകളും അവശിഷ്ടങ്ങളും ഇന്ന് ലോകത്ത് കിട്ടാനില്ല. ഒരു സ്ഥലത്തും അത് കിട്ടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചതെന്ന് പറയപ്പെടാവുന്ന ഒരൊറ്റ വസ്തുവും ലോകത്തിന്ന് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ അതുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ സനദ് പ്രകാരം അത് സ്വഹാബിക്ക് എവിടെ നിന്ന് കിട്ടി, അവിടുന്ന് ആർക്ക് കിട്ടി, അവിടുന്ന് ആർക്ക് കിട്ടി എന്ന പരമ്പരയില്ലാതെ ഒരാളുടെ മുമ്പിലും കൊണ്ടുവന്നാൽ അത് ചെലവാകൂല എന്ന് മുസ്ലിമീങ്ങളതാ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിയാരതാ അല്ല പറയും പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മുസ്ലിയാര്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാരതാ ഒരു മുടിക്കഷ്ണത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പും ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്കും കയ്യും കണക്കുമുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞതൊക്കെ സത്യം തന്നെ. അവിടുത്തെ പ്രത്യേകതയായിട്ട്
ഹദീസുകളിൽ കണ്ട ഒരു കാര്യം നമ്മളാരും കണ്ടില്ലെന്ന് നടിക്കാറില്ല. ചിലരൊക്കെ പറയും ബുഖാരിയിലെ ഹദീസാണെങ്കിലും ചില ഹദീസുകളൊക്കെ കണ്ടാ ഞങ്ങൾ അങ്ങ് ചാടിക്കടക്കാറാണ് പതിവെന്ന്. അങ്ങനെ ചാടിക്കടക്കുന്നവരല്ല മുസ്ലിം ഹദീസുകളെ ഹദീസുകൾ എന്ന നിലക്ക് പഠിക്കുന്നു, വായിക്കുന്നു, അതിലുള്ളത് ഉൾക്കൊള്ളുന്നു, ശരിയായ നിലക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ അവിടുത്തെ പേരിൽ ഇല്ലാത്ത പലതും കൊണ്ടുവന്ന് അതേ നാളെ ഒരുത്തൻ മാർക്കറ്റിൽ വെച്ചതാ ഒരു കോപ്പ ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയാണ് ഇത് അല്ലാഹുവിന്റെ റസൂല് പാല് കുടിച്ച കോപ്പയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനുമുണ്ടാകും കൂടെ കുറെ ആള് കൂടാൻ. പക്ഷേ മുസ്ലിമിനെ കിട്ടൂല. കാരണം മുസ്ലിമിന് കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു ബോധമുണ്ട്. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുസ്ലിയാർ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു. എവിടെ നിന്ന് വന്നു പ്രിയമുള്ളവരെ? ഇന്നതാ മുടിവാദം പുതിയ രൂപത്തിലുള്ള വിവാദത്തിലേക്ക് കത്തി നീങ്ങുകയാണ്. കാന്തപുരം മുസ്ലിയാർക്കതാ 3 മുടി കിട്ടി എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ 3 ശറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുകേശം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളം മുക്കിയ വെള്ളം മുടി ജ്യൂസ് ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ച് അതേ ജനങ്ങളെ ഇങ്ങനെ ആദർശപരമായി മയക്കിക്കിടത്തിയിട്ട് ആ മുടിവെള്ളത്തിന്റെ അടിമകളാക്കി മാക്കിയിട്ട് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് പെരിപ്പിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ശബ്ദങ്ങൾ ഉണ്ടായി. മുസ്ലിയാരെ, നിങ്ങളുടെ കയ്യിലുള്ളത് വ്യാജമുടിയാണ്. മുടി വ്യാജമെന്നല്ല, മുടിയായിരിക്കാം. പക്ഷേ ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല. ഉണ്ടെങ്കിൽ സനദ് പറയൂ. അപ്പൊ സനദ് വായിക്കാൻ തുടങ്ങി. മർക്കസിൽ വെച്ചതാ സനദ് വായിക്കുന്നു. സനദുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരവങ്ങളോടെ ഒരു മുടിക്കൈമാറ്റം മർക്കസിൽ വെച്ച് നടക്കുന്നു. പേരോട് മുസ്ലിയാരതാ പറയുന്നു, ഇനി ആരും സനദും ചോദിച്ച് ബഹളമുണ്ടാക്കരുത്. ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ന ഷെയ്ഖ് എന്ന് പറഞ്ഞ് അബൂദാബിയിൽ നിന്ന് വന്നവർ ഷെയ്ഖിതാ ഇവിടെ മുടിയുടെ കൈമാറ്റ സനദിതാ കൃത്യമായി തന്നെ വായിക്കുന്നോ എന്ന് പറഞ്ഞ് അതിങ്ങനെ ഒരാളിങ്ങനെ വായിച്ച് ജനങ്ങളിങ്ങനെ തക്ബീർ ചൊല്ലി പിരിഞ്ഞു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيدي الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد
وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي، أول من أسلم من الأنصار، أحد الستة وأحد ال12 وأحد 70 من أهل بيعة العقبة الأولى والثانية، الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق، وذلك بتاريخ 5 من صفر الخير 1432 هجرية الموافق 9 كانون الثاني 2011 ميلادية، المشهود عليه من قبل الشيخ محمد ابن الشيخ أحمد آل هلال الخزرجي، والشيخ ذياب بن الشيخ أحمد آل هلال الخزرجي، والشيخ منصور بن الشيخ أحمد آل هلال الخزرجي، والشيخ فارس بن الشيخ أحمد آل هلال الخزرجي، وفضيلة العالم المحقق الشيخ بسام محمد بارود، وفضيلة الشريف سيد بن محمد قاضي التنواجيوي المعتمد منا. وأوصي المنقول إليه بالحرص الشديد عليه، وأن يقدمه على النفس والبنين والذرية، وأن يحفظه ويصونه ويحرسه، والله يشهد عليه ويراه، وإني أبرأ إلى المولى عز وجل المنتقم الجبار مما عدا ذلك. قال تعالى: فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم والله خير الشاهدين والحمد لله رب العالمين. സമുദായം വിട്ടില്ല. ആ വായിച്ചത് സനദല്ല, അതിന് സനദിന്റെ ഒരു രൂപവുമില്ല എന്ന് നാനാകോണുകളിൽ നിന്നും ശബ്ദമുയർന്നപ്പോൾ പേരോട് മുസ്ലിയാർ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞു, അത് സനദല്ല, നസബയാകുന്നു. ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാം. ഞാൻ ആരാണ് ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ, ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ? ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താണ്, ഓക്കെ. രണ്ടാമത്തത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. സനദല്ല. അപ്പൊ സനദ് പോയി.
സനദല്ല. പിന്നെ പറഞ്ഞു അത് നെസബാനാ പറയാ എന്ന് പറഞ്ഞു. അതും നിൽക്കക്കള്ളിയില്ലാതെ കുറച്ചു കഴിയുമ്പോ പത്രക്കാര് വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കുഴപ്പമുണ്ടാക്കുന്നത്, ഇത്ര പ്രയാസപ്പെടുന്നത്? അതിന്റെ രേഖയൊന്ന് കാണിച്ചാൽ പോരെ? രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സെനത് പോലത്തെ സെനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പോൾ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും, ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കേണ്ടത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട വട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ടത്? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? എത്ര എളുപ്പമാണ് അതിന്റെ രേഖയൊന്ന് കാണിച്ചുകൂടെ? മുസ്ലിയാക്കന്മാരൊഴിഞ്ഞു മാറി. അതിന്റെ രേഖ ഇവിടെയില്ല. എവിടെയാണുള്ളതെന്ന പത്രക്കാരുടെ അടുത്ത ചോദ്യം. അത് അബൂദാബിയിലാണ്. എങ്കിൽ അതിങ്ങോട്ട് വരുത്തിക്കൂടെ എന്ന അടുത്ത ചോദ്യം. ഇപ്പോൾ പറയുന്നു അതങ്ങനെ വരുത്താൻ പറ്റിയ രേഖയല്ല, അടിരേഖയാണ്. എന്നാ പിന്നെ അടിരേഖ ഒന്നും ഇങ്ങോട്ട് മാന്തിക്കൊണ്ടുവന്നുകൂടെ? അതിന് ഹസറജിയോട് ചോദിക്കണം. ഹസറജിയാണെങ്കിൽ യാത്രയിലുമാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ട് അവസാനം ആളുകൾ പിന്നെയും പിന്നാലെ കൂടി സനത് പറയൂ മുടിക്കാരെ, സനത് പറയാതെ വിടൂല എന്ന നാനാക്കോടുകളിൽ നിന്നും ശബ്ദം വന്നപ്പോൾ പണ്ഡിത സമ്മേളനം എന്ന പേരിൽ കോട്ടക്കൽ വിളിച്ചു കൂട്ടിയിട്ട് കാന്തപുരം മുസ്ലിയാരതാ ഒരു മുടിയുടെ സനദിന് ചോദിച്ചിട്ട് ആരും നടക്കണ്ട, ഇതാ സനതെന്ന് പറഞ്ഞ് ഉറുദുവിലും വായിക്കുന്നു, അറബിയിലും വായിക്കുന്നു. ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, ഫാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി,
السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كمين الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، أبو سعيد مبارك، أبو الحسن علي بن يوسف، أبو الفرح بن عبد الرحمن، أبو الفضل عبد الواحد، عبد العزيز اليمني، أبو بكر الشبلي، أبو القاسم جنيد البغدادي، سر السقطي، معروف الكرخي، أمير المؤمنين موسى الإمام علي موسى، أمير المؤمنين الإمام موسى الكاظم، الإمام جعفر الصادق، الإمام باقر، الإمام زين العابدين، الإمام حسين بن علي الشهيد بكربلاء، سيدنا علي بن أبي طالب റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുദുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിൻ്റെ സനദാണ് ഇത്. ഇത് ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല. ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു, വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇതൊരു ദർസാണ്, ഇത് ആലിമീങ്ങളാണ്. ഇവിടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ കുറേ വായിച്ചു. കുറേ ആൾക്കാരുടെ പേര് അൽ ഖാദിരി അൽ ഖാദിരി അൽ ഖാദിരി അൽ ഖാദിരി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുടെ, കുറേ 40-45 ആളുകളുടെ പേര് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്കിങ്ങോട്ട് ആ മുടി ഇങ്ങോട്ട് വന്ന പരമ്പരയുടെ ഒരു കോമ്പല തന്നെ കൃത്യമായി എന്ന രൂപത്തിൽ അതാ അയാൾ വായിക്കുന്നു. കൂടിയ അനുയായികളൊക്കെ നിർവൃതി കൊണ്ട് ആർത്തട്ടഹസിച്ച് തക്ബീർ ചൊല്ലുന്നു. അങ്ങനെ അങ്ങ് വിരിഞ്ഞു പോയാലും അതേ ഈ കാലിൽ ചുറ്റിയ മുടിയിൽ നിന്ന് കാന്തപുരത്തിന് രക്ഷപ്പെടാനാവാതെയായി. ജനങ്ങൾ ഇങ്ങനെ പിന്നെയും ചോദിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയെന്ന് മാത്രല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരിൽ നിന്നൊരുത്തനെ എഴുന്നേൽപ്പിച്ചു, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ നിയോഗിച്ചു എന്നാണ് ഈ ഉള്ളവന് മനസ്സിലാകുന്നത്. അതേ ആ വ്യക്തിയതാ ഈ മുടിയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നു. അയാൾ ആരാ? മുജാഹിദല്ല. അതെ, അവരുടെ കൂട്ടത്തിൽ മുടി എന്ന് കേട്ടാൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയിരുന്ന ഒരുത്തൻ. അയാളുടെ വിശേഷണങ്ങളാ ഞാൻ പറയുന്നത്, തീർന്നില്ല. മുടിവെള്ളം കാന്തപുരം കൊടുത്തപ്പോൾ അത് ഏറ്റവും ആദരവോടുകൂടി ആ മുടിവെള്ളം ബോട്ടിലാക്കി അതേ കുടിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ജോലിസ്ഥലമായ ഖത്തറിലേക്ക് കൊണ്ടുപോയി. ഖത്തറിലേക്ക് മുടിവെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുപോയി എന്നതും മാത്രമല്ല, ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ഈ ടിയാൻ എന്ത് ചെയ്യും? അതേ ആ മുടിവെള്ള ജ്യൂസുള്ള കുപ്പിയൊന്നെടുത്തിട്ട് അതിന്മേൽ മുത്തം വെക്കും. ഹബീബിൻ്റെ മുടിയല്ലേ, മുടിയിട്ട വെള്ളമല്ലേ. ആ മുടിക്കുപ്പിക്ക് മുടിപാത്രത്തും ചുംബനമർപ്പിച്ചിട്ടാ മൂപ്പര് രാവിലെ ജോലിക്ക് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആമുഖം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ എല്ലാ റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ചയും മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും പിന്നെ അവിടെ വെച്ച് ഷെയർ മുബാറക്ക് മുക്കിയ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോൾ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത്
ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖത്തറിൽ പോലും അതിൻ്റെ ഒരു കുപ്പി വെള്ളം വെക്കുകയും ആ കുപ്പി വെള്ളം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർന്നില്ല, ജോലി കഴിഞ്ഞ് വന്ന മൂപ്പർക്ക് എന്താ പണി? ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂം തുറന്നിട്ട് ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഊർജം ചെലവഴിക്കലാ മൂപ്പരുടെ തൊഴില്. അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഓൺലൈൻ രംഗത്തുള്ള സുന്നി ഗ്ലോബൽ വോയിസ് റൂം, ആ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെ ഈ വിഷയ സംബന്ധമായി മറുഭാഗം കാന്തപുരം ഈ വിഷയം കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ ശക്തമായ എതിർപ്പുമായി സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വന്നിരുന്നു. അത് പ്രത്യേകം പേര് പരാമർശിച്ചില്ലെങ്കിലും അത് കേരളക്കരയിലുള്ള മുഴുവൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ അവസരത്തിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം സ്റ്റേജുകളിലൂടെ മറുപടി പറയുകയും അത് ഷെയർ മുബാറക്കാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടുന്ന ഊർജവും അതുപോലെ തന്നെ മുഴുവൻ കഠിനാധ്വാനവും ചെയ്തപ്പോൾ സാധുക്കളായ എന്നെ പോലുള്ള പ്രവർത്തകന്മാർ അതിൽ നിസ്തൂലമായ സേവനം വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ അന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാരണം ഒരു ദിവസം മറുഭാഗം ഇത് എതിർക്കുന്ന കക്ഷികളുടെ പണ്ഡിതന്മാരെ അവരെ ഈ വിഷയത്തിൽ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ ആ വാദങ്ങളും ഉസ്താദ് അവതരിപ്പിച്ച വാദങ്ങളും സമൂഹത്തെ കേൾപ്പിക്കുക എന്ന ഒരു ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ട് ബൈലെക്സിലുള്ള ക്ലാസ് റൂമിലൂടെ ഓരോ ദിവസവും ഈ വിഷയ സംബന്ധമായി ഞാൻ പലതരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഫോൺ സംവാദങ്ങളും അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുദാബിയിലുള്ള തിരുവത്ര ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന മാന്യ സഖാഫി ഉസ്താദ് എൻ്റെ സുഹൃത്തു കൂടിയാണ്. ആ ഉസ്താദിന്റെ കൂടെ ഒരു യാത്രയിൽ അബുദാബിയിൽ വെച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലേക്കുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട കമറുൽ ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഈ വിഷയ സംബന്ധമായ ആഹ്ലാദം, ഞാൻ ഈ വിഷയം സംബന്ധിച്ച പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് ഈ സാധുവായി എന്നെ വിളിച്ച് അതിന്റെ ആഹ്ലാദവും അഭിനന്ദനവും അറിയിക്കുന്നതിനോട് കൂടെ തന്നെ ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നത് ഇന്ന് ഉസ്താദിന് ഓർമ്മയില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി ഉസ്താദ് ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ബഹുമാനപ്പെട്ട ICF-ന്റെ അവിടുത്തെ നേതാവ് മുസ്തഫ ദാരിമി ഉസ്താദും അത് ആ വിഷയം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രൂപത്തിലെല്ലാം മുടിപൂജകനായി മുടിയാരാധകനായി മുടി ജ്യൂസ് കുടിച്ച് തിമർത്ത് നടക്കുന്ന മനുഷ്യന്റെ മനസ്സിലതാ എങ്ങനെയോ ഒരു തോന്നൽ, ഇതൊന്ന് അന്വേഷിക്കട്ടെ. എന്തിനാ അന്വേഷിക്കണേ? സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. മറ്റേ വിഭാഗക്കാരോടും മുജാഹിദുകളോടൊക്കെ ഒന്ന് മറുപടി പറഞ്ഞ് നിലനിൽക്കണമല്ലോ. അതിന് ഞാനൊരു അന്വേഷണം നടത്തട്ടെ. അന്വേഷിക്കുമ്പോ ഓരോന്നും കൃത്യമായിട്ട് ആ വ്യക്തി കാന്തപുരം വിഭാഗത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് നടന്നിരുന്ന, അതേ പലരെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്ന, ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ, അതേ പല മനുഷ്യന്മാരെയും അവരുടെ പാതിരാത്രിക്ക് വരെ വിളിച്ചുണർത്തിയിട്ട് ശല്യം ചെയ്തിരുന്ന, ദീന് പഠിക്കാനെന്ന വ്യാജേന ഫിത്തിന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനതാ പടച്ച റബ്ബ് അയാളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം. അയാൾ എന്ത് ചെയ്തു? ഇതിനെപ്പറ്റി ഒന്ന് സംശയം ചോദിക്കണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇതിപ്പുണ്ടായ വിവാദങ്ങളാ, ശരിക്കും പഠിച്ചു വെച്ചോ. ആരാ ഇയാള്? അതേതോ ഒരു ജീഷാൻ എന്ന് പറയണ്ട, ഏതോ ഒരു ചങ്ങാതി എന്ന് പറയണ്ട. ഇയാൾക്ക് വലിയ വലിയ ശൈഖുനമാരോടെയൊക്കെ മുഖറബാണ്, വല്ലാത്ത അടുപ്പമുള്ളയാളാണ്. അതെ, ഇയാൾക്ക് കാന്തപുരത്തോട് വലിയ അടുപ്പമുണ്ട്. എത്ര വലിയ അടുപ്പുണ്ട്? ഒരാളോട് സ്വകാര്യം പറയണമെങ്കിൽ സാധാരണക്കാരന് നടക്കൂല. പക്ഷേ ഉസ്താദേ ഇങ്ങനെ വിളിച്ചിട്ട് ഫോണിൽ മൂപ്പര്, ഉസ്താദ് ഇപ്പൊ എവിടെയാ ഉള്ളത്? സ്വകാര്യം പറയാൻ പറ്റിയ സ്ഥലത്താണോ? എനിക്ക് ചില സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അത്രയും വലിയ മുഖറബും മഹബത്തുമാണ് കാന്തപുരത്തോട്. തീർന്നില്ല. പൊന്മളക്കാരനോടും ഇയാൾക്ക് വലിയ അടുപ്പമാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജിസാനല്ലേ? പറഞ്ഞാ എന്തല്ലേ വിശേഷം?
എന്റെ അടുത്ത് കുറെ ഹിക്കായത്തുണ്ട്. ഞാൻ എങ്ങനെ പറയണമെന്ന് ഒരു പിടുത്തില്ല. ഉസ്താദിന് പറയാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യ ഉസ്താദ്? ഞാനിപ്പോ എന്താ പറയണ്ട, സാധാരണ നമ്മളെ പോലുള്ള നാടന്മാരാണ് ഇങ്ങനെ കൂടുതൽ ഫിത്തിനെ കുറിച്ച് അതെല്ലാം സാധാരണ പറയും. ഇതിപ്പോ എന്താ പറയണ്ട, ഡിഗ്രി എടുത്ത് വലിയ വലിയ ഉസ്താദന്മാരാണ് ഇപ്പം ഫിത്തിനെ പറഞ്ഞു നടക്കുന്നത്. അതാണ് ഇപ്പൊ ഭയങ്കര വിഷമിക്കുക. അല്ല, എന്താ കേട്ടെന്ന് പറഞ്ഞാല് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ആരോടും ഒരാളോട് പറയണ്ടേ. ഞാൻ ഉസ്താദ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉസ്താദല്ലേ? പിന്നെ യാത്രയിൽ ഇപ്പം സുഖം വരാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പൊ ഉസ്താദ്? ഞാൻ അന്നത്തെ ട്രെയിൻ കയറിയില്ല, വണ്ടിയിലാണ്. നമ്മളെ വണ്ടിയിലെപ്പോഴും കോഴിക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുകൾ ബുദ്ധിമുട്ടില്ല. എപ്പോഴും വിളിക്കും, സ്വകാര്യം പറയും. അപ്പൊ പൊൻപളയുടെ മുഖറബാണ്, കാന്തപുരം മുസ്ലിയാരുടെ മുഖറബാണ്. ഇനി നമ്മുടെ പേരോട്ട മുസ്ലിയാരുടെയും മുഖറബാണ്. പേരോട്ട മുസ്ലിയാര് അതേ മൂപ്പരെ പറ്റി മദ്ഹ് പറയുന്ന ഒരു ഭാഗമുണ്ട്. സമൂഹത്തിലും രാഷ്ട്രത്തിലും സമുദായത്തിലും സേവനം ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവർക്കും ഒന്നായിട്ട് ദ്വാരക്കാം. പിന്നെ ഇനി ഏതാണ്ട് നമുക്ക് 2000 കല്ല് വേണം. ഒരു കല്ലിന് എത്ര? അഞ്ച് ചാക്ക് സിമെന്റ് ഖത്തറിൽ ജിഷാൻ മാഹി. നല്ല ഒരാളാ. എന്റെ പ്രസംഗങ്ങൾ തീർത്തും കേട്ട് കാണാതെ പഠിച്ചിട്ട് എല്ലാ മുജാഹിദിനോടും തർക്കിക്കും. എല്ലാ ജമാഅത്തും തന്നെയും തള്ളിയിടും. സാധാരണക്കാരനാണ്, പക്ഷേ പറഞ്ഞാൽ ആർക്കും എത്തൂല. കാരണം കേട്ട് പഠിച്ചതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിനും, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു സംശയം എനിക്ക്. നല്ലൊരു ഭാര്യയെ അള്ളാഹു കൊടുക്കട്ടെ. എന്താ അതിൽ പറയുന്നത്? അതെന്റെ വലിയ സ്നേഹിതനാണ്, വല്ലാത്ത സ്നേഹിതനാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്താ കാരണം? മുപ്പർക്ക് പണി എന്താ? മുപ്പര് നല്ലോനാന്നുള്ളതിന്റെ തെളിവെന്താ? എന്റെ CD തീർത്തും അയാൾ കേട്ട് കാണാതെ പഠിച്ച് മുജാഹിദിനോട് ഇങ്ങനെ തർക്കിക്കാൻ നടക്കും. അയാളെ ക്വാളിറ്റി നല്ല ഗുണല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയത് കണ്ടില്ലേ? ഇയാളെ CD ഇങ്ങനെ കാണാതെ പഠിച്ച് നടന്ന് അതുകൊണ്ട് ഇങ്ങനെ തർക്കിക്കുക. വേറെ ഖുർആനും ഹദീസൊന്നും പഠിക്കൂല, അത് ശരിക്കും മനസ്സിലാക്കൂല. അപ്പൊ പേരോടിന് വല്ലാത്തൊരു മദ്ഹാണ് ഇയാളെ കുറിച്ച്. അങ്ങനെ ഈ മനുഷ്യൻ അത്രത്തോളം എല്ലാവരോടും അവസാനം ദ്വാരക്കനൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. നല്ലൊരു ഭാര്യണി അള്ളാഹ് കൊടുക്കട്ടെ എന്നൊക്കെ പേരോട് ദ്വാ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ ഞാൻ അത് പറയുന്നത് എന്തിനാ? കാന്തപുരത്തിന്റെ മുഖറബ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മുഖറബ്, പേരോട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മുഖറബ്, ഈ ആളുകളുടെയൊക്കെ മുഖറബായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സുന്നത്ത് ജമാഅത്തിന്റെ അതേ രോമാഞ്ചം എന്നൊക്കെ ഇന്റർനെറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഈ ടിയാൻ ഇതിനെക്കുറ്റിയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് പല ആളുകളെയും വിളിക്കാൻ തുടങ്ങി. ആദ്യത്തെ അന്വേഷണം ഇയാൾ എവിടുക്കാ വിട്ടതെന്നറിയോ? ശരിക്കും പഠിച്ചോളൂ. ഇതിന്റെ ഒരു നാൾ വഴിയുണ്ട്, മനസ്സിലാക്കണം. ആദ്യ അന്വേഷണം ഇയാളിൽ നിന്ന് പോകുന്നത് മർക്കസിലേക്ക് തന്നെയാണ്. ആ മർക്കസിൽ കാന്തപുരത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയുന്ന, കാന്തപുരം വിദേശങ്ങളിൽ പോകുമ്പോൾ കൂടെ കൂടി നിഴൽ പോലെ നടക്കുന്ന ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫി ഉണ്ട്. ആ സഖാഫിയെ വിളിച്ചുകൊണ്ട് അതേ ഈ വ്യക്തി ചോദിക്കുന്നു, ഉസ്താദേ മർക്കസിൽ എത്ര മുടിയാണുള്ളത്? അങ്ങനെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഷാർ മുബാറക്ക് മർക്കസിൽ എത്രയാണ് ഉസ്താദെ ഉള്ളത്? ഉസ്താദിന്റെ മറുപടി, സത്യം പറഞ്ഞാൽ ജിഷാനെ, മർക്കസിൽ എത്ര മുടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് എത്രയാ ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ പര്യടനത്തിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാമായ അവിടെ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ ഷാർ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരുന്നത്. ഇയാളുടെ അതേ ചോദ്യം, ഉസ്താദേ മർക്കസിൽ എത്ര മുടിയാളുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പോ ഉടനെ തന്നെ ഹുസൈൻ സഖാഫിയുടെ മറുപടി, ഞാൻ ഇതുവരെ അറിയില്ല, എനിക്കറിഞ്ഞുകൂടാ.
ഇത് പറയുമ്പോ ഈ വ്യക്തി പറയുന്നുണ്ട്, ആ മറുപടി കേട്ട ഉടനെ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെയോ ചില മറപിടികൾ സഖാഫിയുടെ സംസാരത്തിലുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. സ്വന്തം മർക്കസിൽ അദ്ദേഹം അധ്യാപനം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ഷാർ മുബാറക്കിന്റെ എണ്ണം അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം ഞാൻ നന്നായി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവ്യക്തതകൾ ഉണ്ട് എന്ന് എനിക്ക് അവിടെ മുതൽ ആരംഭിക്കുകയും ഈ വിഷയ സംബന്ധമായി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ അന്വേഷണത്തിലൂടെ 2010 മധ്യത്തിന് ശേഷം ഈ വിഷയ സംബന്ധമായി ഞാൻ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു. ഇത്ര ശറഫാക്കപ്പെട്ട മുടികൾ അയാൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അത് കാണാൻ പോയിട്ടില്ല, ഞാൻ ഇതുവരെ അത് നോക്കിയിട്ട് പോലുമില്ലെന്ന് ചുള്ളിക്കോട്ടുകാരൻ സഖാഫി പറയുമ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ അമിട്ട് പൊട്ടുകയാണ്, ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മുടി അവിടുത്തെ ശരീരം ദർശിക്കും പോലെ ഇന്ന് കാണാൻ കിട്ടുവാൻ അവരവസരം കിട്ടിയിട്ട് അതിൻ്റെ മൂക്കിൻ്റെ ചോടെ അവിടെ തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യൻ അത് കാണാതെ പോകുമോ? അയാൾക്ക് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ ആ മുടിയെക്കുറിച്ച് ചുള്ളിക്കോട്ടുകാരൻ സഖാഫിക്കും ഉറപ്പില്ല, വിശ്വാസമില്ല. എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ബഹാവുദ്ദീൻ കൂരിയാടിനെതിരെ അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഏകദേശം 6,91,423 ആളുകൾ കേട്ടുകഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോ ഞാൻ ഷാർ മുബാറക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ വിഷയം ന്യായീകരിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പിന്നെ മഹത്വം ഇസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലകുറി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. ഇതുവരെ അയാൾക്ക് സംശയമില്ല, ഇതുവരെ മുടിവെള്ളത്തിന്റെ അടിമയാണ്, ഖത്തറിൽ ബോട്ടിൽ ചുംബിച്ച് ജോലിക്ക് പോണ ആളാണ്, അതിനുവേണ്ടി ഒച്ചയിടുന്ന ആളാണ്, ഊർജം ചെലവാക്കിയ ആളാണ്. ഇപ്പോ ചുള്ളിക്കോട്ടുകാരൻ അവിടെ തന്നെ സ്ഥാപനത്തിൽ കാന്തപുരത്തിന്റെ നിഴൽ പോലെ ഒപ്പം നടക്കുന്ന സഖാഫിക്ക് പോലും ആ മുടി വേണ്ട, ഞാനതൊന്ന് നോക്കിയിട്ടില്ല, ഞാനതൊന്ന് കാണാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോ ഇയാളുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി എന്നാ അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ അന്വേഷണമായി ഇന്നു മുതലൊന്നുമല്ല, 2010 മധ്യകാലം മുതൽ അയാൾ അന്വേഷണം തുടങ്ങി എന്നാ പറയുന്നത്. അങ്ങനെ അന്വേഷണം അങ്ങനെ തുടങ്ങി അന്വേഷണം അവസാനം പറയണേ അള്ളാന്റെ സഹായം എനിക്ക് കിട്ടി. കാരണം ഞാൻ അള്ളാന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. കാരണം ഈ മുടി കളവാണെന്ന് ബോധ്യപ്പെടുത്താനല്ല ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ എനിക്ക് അള്ളാന്റെ സഹായം കിട്ടി എന്നാ മൂപ്പര് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾ തിരിച്ചും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെയാവണം ആയത്തൊക്കെ മുപ്പരോധനുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. അപ്പൊ ഈ മാർഗത്തിൽ ഞാനൊരു അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചപ്പോ മൂപ്പരിക്കൊരു സഹായം കിട്ടി. അതെന്താ? ആ സഹായം കേട്ടോളൂ. വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്ത് ചെന്നലോട് ഉമർ സഖാഫി അദ്ദേഹം എന്നോട് ഈ വിഷയ സംബന്ധമായി ആദ്യ കാൽവെപ്പ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയ സംബന്ധമായി സത്യത്തിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാമെന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു, ജിഷാനെ, മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച് ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴയുള്ള ഒരു സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയ സംബന്ധമായി ഒരു അഭിമുഖം നമ്മുടെ STVയിൽ നീ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്വാലിഹ് സഖാഫിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയുടെ സഹോദരനാണ് ഈ സ്വാലിഹ് സഖാഫി എന്ന് മനസ്സിലാക്കുകയും ആ സ്വാലിഹ് സഖാഫിയെ അദ്ദേഹത്തിന്റെ മേൽവിലാസം എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെന്ന് കണ്ടെത്തുകയും അദ്ദേഹം അന്ന് ന്യൂസിലാൻഡ്, ഇപ്പോഴും അദ്ദേഹം ന്യൂസിലാൻഡിലാണ് ഉള്ളത്. അപ്പോൾ സ്വാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ചോദിച്ചു.
അങ്ങനെ സാലിഹ് സഖാഫിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നിന്നാണ് ഉസ്താദെ, ഷാറു മുബാറക്കിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ മറുഭാഗം ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞു, ഉസ്താദെ ഈ വിഷയ സംബന്ധമായി ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഉസ്താദ് അതിനൊന്ന് മറുപടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം ഒന്നിപ്പോ എനിക്ക് പറഞ്ഞു തന്നോ, ഞാൻ ഇൻഷാ അല്ലാഹ് മറുപടി നാളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരു സുന്നത്തി ജമാഅത്തിന്റെ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ചോദ്യം എന്തായാലും മറുപടി ആ സ്പോട്ടിൽ കൊടുക്കുക എന്നുള്ള ശൈലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ നന്നായി നോട്ട് ചെയ്തു. കാരണം എന്നോട് ചോദ്യം ഇന്ന് ചോദിക്കുകയും നാളെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ അതിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മർക്കസിലുള്ള അബ്ദുൽ മജീദ് മുസ്ലിയാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഈ വിഷയ സംബന്ധമായി നിങ്ങൾക്ക് ഞാൻ അഭിമുഖം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഷാറു മുബാറക്ക് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു അഭിമുഖം ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും സാലിഹ് സഖാഫി എന്തൊക്കെയോ മറക്കുന്നതായി എനിക്ക് തോന്നി. ചെന്നലോട് ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരാള്, ഒക്കെ സഖാഫികളാ, സർവം ഈ വ്യാജന്മാരുടെ ലിസ്റ്റിലുള്ള സഖാഫികൾ. ചെന്നലോട് ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരാള് പേരെടുത്ത് പറയുന്നത് അയാൾ പറഞ്ഞത് കൊണ്ടാ ഞാൻ പറയുന്നത്, ഇതൊക്കെ അവരുടെ വാക്കുകളാ ഞാൻ പറയുന്നത്. അയാൾ ഒരിക്കൽ ഈ വ്യക്തിയോട് പറഞ്ഞുവത്രേ, കാന്തപുരം ഉസ്താദ് വായിച്ച സനദിന്റെ കാര്യത്തിൽ അത് സനദല്ല, അത് കെട്ടിയുണ്ടാക്കിയതാണ്. മർക്കസിൽ നിന്ന് ഉസ്താദ് കെട്ടിയുണ്ടാക്കിയ ഒരു കള്ള സനദാണ് വായിച്ചത്. ആ സനദും മുടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്തുള്ള ആളുകളും പ്രസംഗിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ടല്ലോ. മാത്രമല്ല ഇതിൽ പങ്കുള്ളത് മർക്കസിൽ തന്നെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജോലി ചെയ്തിരുന്ന വല്ലപ്പുഴക്കാരൻ സാലിഹ് സഖാഫി എന്ന് പറയുന്ന വേറൊരു സഖാഫിയെ കുറിച്ചാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരോടൊക്കെ ഫോൺ ബന്ധമുള്ളതല്ലേ, നിങ്ങൾ ഈ സാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് കാര്യത്തിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണേ എന്ന് ഉമർ സഖാഫി ഈ ജിഷാൻ എന്ന് പറയുന്നയാളോട് പറയുന്നു. തീർന്നില്ല, ഈ ജിഷാൻ എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ അതാ സാലിഹ് സഖാഫി എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കുന്നു, നമ്പർ സംഘടിപ്പിക്കുന്നു. അയാളിപ്പോൾ ന്യൂസിലാൻഡിലാണ്, മർക്കസിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ടെന്ന് അറിയുന്നു. ന്യൂസിലാൻഡിലേക്ക് വിളിക്കുന്നു. വിളിച്ചപ്പോൾ അതേ ഇയാളതാ ഒഴിഞ്ഞു മാറുന്നു. അതേ ഇങ്ങനെ ഒരു സനദിനെ പറ്റി, മുടിയെപ്പറ്റി എന്താണ് ഉസ്താദേ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. പിറ്റേന്നും വിളിച്ചു നോക്കി, ഒഴിഞ്ഞു മാറ്റം തന്നെയാണ്. പിന്നെയും വിളിച്ചപ്പോ ഒരൊറ്റ മറുപടിയാണത്രേ അയാൾ കൊടുത്തത്, സനദ് വ്യാജമാണ് എന്നത് ഒരാരോപണമാണ്, വ്യാജമല്ല ശരിയായ സനദാണ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് മൂപ്പര് ഫോൺ വെച്ചു. അപ്പൊ ഇയാളിൽ നിന്ന് വിവരമൊന്നും കിട്ടുന്നില്ല, ഇയാളിങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ജിഷാൻ പറയുന്നു, ഞാൻ ഇയാളുമായിട്ട് പിന്നെയും ബന്ധം വിട്ടില്ല. ഞാൻ സാലിഹ് സഖാഫിയുമായുള്ള വ്യക്തിബന്ധം നിലനിർത്തി. പല പ്രാവശ്യവും അദ്ദേഹത്തിന്റെ സ്കൈപ്പ് ഐ ഡി അദ്ദേഹം വന്ന് തന്നിരുന്നു. ആ സ്കൈപ്പ് ഐ ഡിയിലൂടെ അദ്ദേഹത്തെ പലവട്ടം ഞാൻ വിളിച്ചു. പക്ഷേ ആദ്യ പല ഭാഗങ്ങളിലും ഞാൻ ഈ തിരുകേശം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ബന്ധം ഇങ്ങനെ നിലനിർത്തി, സ്കൈപ്പിലൂടെയും മറ്റും ഞാൻ ഇങ്ങനെ ബന്ധം നിലനിർത്തി. അങ്ങനെ കുറെ കഴിഞ്ഞു കുറച്ചുകൂടി പരിചയമായപ്പോൾ ഞാൻ ഒരിക്കൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം മാത്രം തുറന്നു പറയുമോ? ഞാൻ അദ്ദേഹത്തോട് ഒരു 5-6 പ്രാവശ്യം വിളിച്ചതിന് ശേഷം ചോദിച്ചു, സാലിഹ് സഖാഫി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് ജിഷാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഈ തിരുകേശത്തെ സംബന്ധിച്ചൊരു സനദ് അത് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉസ്താദ് നിഷേധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വല്ലാത്ത ചിരിച്ചിട്ട് എന്നോട് വെച്ചു, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്നോ? ഞാൻ പറഞ്ഞു, ഉസ്താദേ, നമ്മളൊക്കെ ചോറാ തിന്നുന്നത്. കാരണം ഉസ്താദിനെ അന്ന് ആദ്യ ദിവസം വിളിച്ചത് മുതൽ എനിക്ക് സംശയത്തിന്റെ കണികളുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇത് ആരോടും പരസ്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. കാരണം നമ്മളൊക്കെ മരിക്കണം എന്നുള്ള ബോധം ഉസ്താദിനും ഉണ്ട്, എനിക്കുണ്ട്, ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഉസ്താദ് ഇനിയും എന്നോട് മറക്കേണ്ടതുണ്ടോ?
ഉസ്താദിനെങ്കിലും ഈ വിഷയം സത്യസന്ധമായി പറഞ്ഞു തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിഷാനെ, നീ ഇപ്പൊ ചോദിച്ചത് ഒരു ശുദ്ധ മനസ്സോടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഈ വിഷയം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കക്ഷികൾ, എന്നിൽ നിന്ന് ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു കേരളത്തിലൊരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലൊരു വിവാദം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ നീ ചോദിച്ചതിൽ പല യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾക്ക് സാലിഹ് സഖാഫി പണ്ട് പറഞ്ഞതൊക്കെ മറന്നു. അയാള് ചോദിച്ചു, എന്താ ജിഷാനെ, എന്താ കാര്യം? അപ്പൊ ഇയാള് ചോദിക്കുന്നു, മർക്കസിലെ മുടിയുടെ സനത് വെറുതെ ഒരാൾ കെട്ടിയുണ്ടാക്കിയ കള്ള സനതാണെന്നൊരാള് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഈ സാലിഹ് സഖാഫിയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. ഒരു ചിരിയാണത്രേ ചിരിച്ചത്. ഉടനെ ഇയാൾ പറഞ്ഞു, ചിരിക്കല്ല ഉസ്താദേ, ഒന്ന് മനസ്സ് തുറക്കൂ, എന്നോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കൂ ഉസ്താദേ, നമ്മൾ ഇത്രയും ബന്ധമുള്ള ആളുകളല്ലേ, ഒന്നാ സനദിന്റെയും മുടിയുടെയും കാര്യത്തിൽ ഒന്നെന്നോട് മനസ്സ് തുറക്കൂ എന്നങ്ങ് പറഞ്ഞപ്പോൾ സാലിഹ് സഖാഫി പതുക്കെ മനസ്സ് തുറക്കാൻ തുടങ്ങി. മറുപടിയെ കുറിച്ച് ജിഷാൻ പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഒരാളോടും ഈ വിഷയം പങ്കുവെക്കാതെ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെങ്കിലും അറിയണം എന്നുദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു തന്നപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാതെ വയ്യ. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത നിലക്ക് അതിന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പേരിൽ ഒരാൾ ഒരു കളവ് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചുകൊട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിലൂടെ, അതുപോലെ തന്നെ ഒട്ടനവധി ഹദീസിന്റെ കിതാബുകളിലൂടെ പഠിപ്പിച്ച ഒരു ആശയം, അതിന് ഘടകവിരുദ്ധമായി പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന, അതുപോലെ അഭിമാനിക്കുന്ന ചില ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത് ചേർത്തുകൊണ്ട് 40-ലധികം, ഏകദേശം 43-44 പണ്ഡിതന്മാരെ, മഹത്തുക്കളായ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒരു സനദ് ഇവിടെ നിർമ്മിച്ച കഥ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി പറഞ്ഞപ്പോ ഞെട്ടലോടെയാണ് ഈ പാവപ്പെട്ട ഞാൻ അത് കേട്ടത്. അതേ, ഇയാള് മനസ്സ് തുറന്നപ്പോൾ അയാള് സമ്മതിച്ചു. 40-ലേറെ പണ്ഡിതന്മാരുടെ പേര് ഒരു കടലാസിൽ എഴുതി ഉണ്ടാക്കിയിട്ട്, അതേ മർക്കസിൽ നിന്ന് ഞങ്ങളൊക്കെ കൂടി തട്ടിക്കൂട്ടിയ സനദാണത്, അതും മുടിയുടെ സനദുമായിട്ട് ബന്ധമില്ല എന്ന് സഖാഫി എന്ന് പറഞ്ഞപ്പോ ഇവരുടെ അവസ്ഥയോർത്ത് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം മൻ കദബ അലയ്യ മുതഅമ്മിദാ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം കെട്ടി പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. അപ്പൊ കള്ളമുടിയാണ്, കള്ളമുടിയതാ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല സഖാഫി, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നത്? നിങ്ങളും മജീദ് മുസ്ലിയാരുമല്ലേ ഇതിൽ പങ്കുള്ളത്? പല ഓഫീസിലെ പലർക്കും അതറിയാമല്ലോ, ഉസ്താദിനും അതറിയാമല്ലോ. പിന്നെ എന്തിന് റസൂലുള്ളാന്റെ പേരിൽ നിങ്ങൾ ഈ കളവുണ്ടാക്കി? 43 പണ്ഡിതന്മാരുടെ പേരിൽ നിങ്ങൾ എന്തിനീ കള്ളസാക്ഷ്യം കെട്ടിച്ചമച്ചുണ്ടാക്കി എന്ന ചോദ്യത്തിന് സഖാഫി കൊടുത്ത മറുപടി ജിഷാൻ പറയുന്നത് കേട്ടോ. ഞാൻ സാലിഹിനോട് അടുത്ത ചോദ്യം ചോദിച്ചു, സാലിഹ് സഖാഫി, നിങ്ങളൊരു പണ്ഡിതനല്ലേ? നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഷഹാദത്തു സൂർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മുട്ടുന്ന 45ഓളം പണ്ഡിതന്മാരുടെ, മഹാന്മാരായ ഏതെങ്കിലും ഒരു ജിഷാൻ മാഹിയുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉമർ സഖാഫിയുടേതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഹ്സനിയുടെയോ സഖാഫിയുടെയോ പേര് വെച്ചുണ്ടാക്കിയ ഒരു വിഷയമല്ല. ഔലിയാക്കന്മാരും അതുപോലെ തന്നെ പ്രമുഖന്മാരുമായ
ഒരുപാട് മഹാന്മാരായ 40-ലധികം വരുന്ന ഇമാമുകളുടെ പേരുകൾ ചേർത്തുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടിക്കുന്ന ഒരു വിഷയമുണ്ടായപ്പോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും സാലിഹ് സഖാഫി നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് വിനീതനായി ഞാൻ ചോദിച്ചു. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിഷാനെ, അന്നൊരു സഖാഫി സ്വപ്നം കാണുന്നതിലധികമുള്ള സാലറി, ശമ്പളം എനിക്ക് മർക്കസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ശമ്പളത്തിന് പുറമെ രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗം, ആര് കണ്ടാലും ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അതൊക്കെ ആ സമയത്ത് ഈ ഒരു സത്യം, ഈ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ കുറ്റബോധം ഉണ്ടായില്ലേ? അദ്ദേഹം പറഞ്ഞു, കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോടെങ്കിലും എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട് നിങ്ങളോടെങ്കിലും ഈ വിഷയം എനിക്കൊന്ന് പറയാൻ തോന്നി, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എന്റെ പേര് നിങ്ങൾ സമൂഹത്തിൽ വലിച്ചിഴക്കരുത്. കാരണം ഞാൻ ഒരു ചെറിയ കുടുംബമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. മറുഭാഗത്തുള്ള ഉസ്താദ്, കാന്തപുര ഉസ്താദ് ശക്തനായ ഒരു നേതാവാണ്. സംഘടനാ വൈഭവത്തിൽ ആർക്കും വെല്ലാൻ കഴിയാത്ത വിധം അത് ഉസ്താദിന്റെ കഴിവും ആ പ്രാപ്തിയൊക്കെ അവിടെ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഉസ്താദുമായിട്ടൊന്നും ഏറ്റുമുട്ടാനുള്ള ശക്തി ഈ പാവപ്പെട്ട സാലിഹിനില്ല. അതുകൊണ്ട് എന്തോ ആകട്ടെ, അതൊക്കെ മടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടല് താണ്ടി ന്യൂസിലാൻഡിൽ വന്ന് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയ സംബന്ധമായി എനിക്കറിയാൻ യാതൊരു താല്പര്യവുമില്ല, അതിൽ ബന്ധപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എന്താ പറയുന്നതെന്നറിയോ? എന്താ പറയുന്നത്? എന്തിനാ കൂട്ടുനിന്നതെന്നറിയോ? എന്തേ ഞാനൊന്നും മിണ്ടാതെ അതിന് കൂട്ടുനിന്നത്? ഒരു സഖാഫിക്ക് സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത സാലറിയാ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.